വെൽക്കം ടു ദ സെക്കൻഡ് മൊഡ്യൂൾ ഓഫ് റിയൽ അനാലിസിസ്. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് റീമാൻ ഇൻ്റഗ്രൽസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് റീമാൻ സം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ദെൻ നമ്മൾ റീമാൻ സം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഒരു ഇൻ്റർവെല്ലിൻ്റെ പാർട്ടീഷൻ എന്ന് വെച്ചാൽ. സപ്പോസ് I is equal to closed interval AB is a closed bounded interval in R. Then a partition of I is a finite ordered set script P is equal to x0, x1, x2, etc. xn, where this x0, x1, x2, etc. xn are points of I such that x0 is A, xn is B, and all others are in the strictly increasing order. So we have x0 strictly less than x1, strictly less than x2, and so on, strictly less than xn. x0 is A and xn is B. The points of script P are used to divide the interval closed interval AB into non-overlapping subintervals. Say I1 equal to x0 x1, I2 equal to x1 x2, etc. In equal to xn minus 1 xn. So ഈ ഫിഗറിൽ കാണുന്ന പോലെ എ ബി എന്നുള്ള ഇൻ്റർവെല്ലാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഈ എക്കും ബിക്കും ഇടയിൽ നമ്മൾ ചില പോയിൻറ്റ്സിനെ ചൂസ് ചെയ്യാണ്. x1, x2, x3, then and so on. Here we have xn minus 1, then xn is b, etc. So if we mark these points, നമുക്ക് കാണാം ഇത് എ ബി എന്നുള്ള ഇൻ്റർവെല്ലിനെ പല പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ x0, x1 ഡിറ്റർമിൻ ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെ I1 എന്ന് വിളിക്കുന്നു. ദെൻ x1, x2 ഡിറ്റർമിൻ ചെയ്യുന്നതിനെ I2 എന്ന് വിളിക്കുന്നു. അങ്ങനെ xn മൈനസ് 1 xn എന്നുള്ള ഇൻ്റർവെല്ലിനെ നമ്മൾ in എന്ന് വിളിക്കുന്നു. സോ വി ഹാവ് n ഇൻ്റർവെൽസ്. ഈ എല്ലാ ഇൻ്റർവെൽസിൻ്റെയും കൂടി യൂണിയൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. ഇവർ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് അല്ല, പക്ഷേ ഇവർ ഓവർലാപ്പ് ചെയ്യില്ല. ഓവർലാപ്പിംഗ് മീൻസ് സപ്പോസ് ഇതാണ് നമ്മൾ എടുക്കുന്ന ഒരു ഇൻ്റർവെൽ എന്ന് വിചാരിക്കുക. ഇഫ് ദ നെക്സ്റ്റ് ഇൻ്റർവെൽ ഇസ് ചോസൺ ലൈക്ക് ദിസ്, ദെൻ ഇത് ഓവർലാപ്പ് ചെയ്യുന്ന ഇൻ്റർവെൽസ് ആണ്. ഇവിടെ നമുക്ക് ഡിസ്ജോയിൻ്റ് അല്ല എന്ന് പറയുന്നതിന് കാരണം ഈ x1 എന്നുള്ള പോയിൻ്റ് ആദ്യത്തെ സബ് ഇൻ്റർവെൽ I1ലും ഉണ്ട് I2വിലും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ I1ൻ്റെയും I2വിൻ്റെയും ഇൻ്റർസെക്ഷനിൽ ഈ കോമൺ പോയിൻ്റ് നമ്മൾ എവിടെ വെച്ചാണോ ഇൻ്റർവെൽസിനെ കട്ട് ചെയ്യുന്നത് ആ ഒരു പോയിൻ്റ് മാത്രമേ രണ്ടിലും കോമൺ ആയിട്ടുള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് നോൺ ഓവർലാപ്പിംഗ് ഇൻ്റർവെൽസ് ആണെന്ന് പറയാം. ഇങ്ങനെ നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് ആയിട്ട് നമ്മൾ എ ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഈ x0, x1, etc. xnനെ നമ്മൾ പാർട്ടീഷൻ പോയിൻറ്റ്സ് എന്നും വിളിക്കും. ഇൻ ജനറൽ നമുക്ക് ഇൻ്റർവെൽസ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെൽസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു പാർട്ടീഷനെ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ ഡിനോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ സ്ക്രിപ്റ്റ് പി എന്ന് പറയുന്ന പാർട്ടീഷനെ നമുക്ക് സബ് ഇൻ്റർവെൽസ് ആരൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ പാർട്ടീഷൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഇൻ്റർവെൽസ് ആരൊക്കെയാണ് എന്നും പറയാം. ഒരു പാർട്ടീഷൻ എക്സാമ്പിൾ നമുക്ക് കാണാം. ഇപ്പോൾ സപ്പോസ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ സ്ഥാനത്ത് ഞാൻ എടുക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 2 ആണ് എന്ന് കരുതുക. ദെൻ ഐ എം കൺസിഡറിങ് ദ പോയിൻറ്റ്സ്. സപ്പോസ് ദിസ് ഇസ് 0 and this is 2. Then I am taking 0. Here I have 1. This is 0.5. Then I am taking 0.9. Then I am taking 1.2. Then I am taking 1.5. then 2.
ദിസ് ഈസ് എ പാർട്ടീഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻ്റർവെൽസ് ആരൊക്കെയാണ്? ദ ഫസ്റ്റ് ഇൻ്റർവെൽ ഇസ് 0, 0.5. Second interval is 0.5, 0.9. The third interval is 0.9, 1.2. And the next one is 1.2, 1.5. And the last one is 1.5, 2. നമുക്കിവിടെ 5 സബ് ഇൻ്റർവെൽസ് ആണ് കിട്ടുന്നത്. ഈ 5 സബ് ഇൻ്റർവെൽസും നോൺ ഓവർലാപ്പിംഗ് ആണ്. മാത്രമല്ല നമുക്ക് ഇവർ തമ്മിൽ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ we will get interval 0, 2. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഇസ് മെൻ ബൈ നോം ഓർ മെഷ് ഓഫ് എ പാർട്ടീഷൻ. വി ഡിഫൈൻ ദ നോം ഓർ മെഷ് ഓഫ് പി ടു ബി ദ നമ്പർ നോം പി ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് x1 മൈനസ് x0, x2 മൈനസ് x1, എക്സെട്ര xn മൈനസ് xn മൈനസ് 1. അതായത് ഇതിൽ x1 മൈനസ് x0 എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടീഷനിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ സബ് ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ x0, x1 അതിൻ്റെ ലെങ്ത്താണ് x1 മൈനസ് x0. അതുപോലെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ സബ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് x1, x2 ആണ്. ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്താണ് നമ്മൾ എടുത്തിരിക്കുന്ന x2 മൈനസ് x1. ആൻഡ് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് xn മൈനസ് 1, xn ആണ്. ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്താണ് xn മൈനസ് 1 എന്ന് പറയുന്നത്. സോ ദസ് ദ നോം ഓഫ് എ പാർട്ടീഷൻ ഈസ് മിയർലി ദ ലെങ്ത് ഓഫ് ലാർജസ്റ്റ് സബ് ഇൻ്റർവെൽ ഇൻ ടു വിച്ച് ദ പാർട്ടീഷൻ ഡിവൈഡ്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പാർട്ടീഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 0-2ൻ്റെ ഒരു പാർട്ടീഷൻ 0, 0.5, 0.9, 1.2, 1.5, 2. ദെൻ ഇവിടെ നോം പി എന്തായിരിക്കും? നോം പി എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ടത് നമുക്ക് കിട്ടുന്ന സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്തുകളിൽ ഏതാണോ മാക്സിമം അതാണ് നോം. സോ നമ്മുടെ ആദ്യത്തെ സബ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0, 0.5 ആണ്. So we have x1 minus x0 is 0.5 minus 0, which is 0.5. And our second interval is 0.5, 0.9. 0.5, 0.9 എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.9 മൈനസ് 0.5, which is 0.4. And the third interval is 0.9, 1.2. അതിൻ്റെ ലെങ്ത് 1.2 മൈനസ് 0.9, വിച്ച് ഇസ് 0.3. ഫോർത്ത് ഇൻ്റർവൽ ഇസ് 1.2, 1.5. അതിൻ്റെ ലെങ്ത് 1.5 മൈനസ് 1.2, വിച്ച് ഇസ് അഗെയിൻ 0.3. ലാസ്റ്റ് ഇൻ്റർവൽ എന്ന് പറയുന്നത് 1.5, 2 ആണ്. അതിൻ്റെ ലെങ്ത് 2 മൈനസ് 1.5, വിച്ച് ഇസ് 0.5. സോ നോം ഓഫ് പി എന്ന് പറയുന്നത് മാക്സിമം ഓഫ് 0.5, 0.3, 0.4, 0.3, 0.3, 0.5 and it is 0.5. So norm of this partition is 0.5. നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-2ന് ഇൻഫിനിറ്റ്ലി മെനി പാർട്ടീഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പാർട്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നോം ഇരിക്കുക, 0-2നെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാർട്ടീഷൻ. ഇനി 0.5 നോം വരുന്ന പല പാർട്ടീഷൻസും നമുക്ക് ഈ 0-2ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഐ ടേക്ക് പാർട്ടീഷൻ പോയിൻറ്റ്സ് ആർ 0, 0.5, 1, 1.5, 2. ദെൻ നമുക്ക് കാണാം ആദ്യത്തെ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് 0.5 ആണ്, രണ്ടാമത്തേതിൻ്റെയും 0.5 ആണ്, മൂന്നാമത്തേതിനും 0.5 ആണ്, നാലാമത്തേതിനും 0.5 ആണ്. എല്ലാവരുടെയും ലെങ്ത് ഇവിടെ നമുക്ക് 0.5 തന്നെയാണ് കിട്ടുന്നത്. സോ നോം ഓഫ് ദ പാർട്ടീഷൻ ഈസ് ഓൾസോ 0.5. So we can find infinitely many partitions of closed interval 0-2 with the same norm. Now ഇതുവരെ നമ്മൾ പറഞ്ഞത്
എന്താണ് പാർട്ടീഷൻ, എന്താണ് നോം എന്നൊക്കെ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ടാഗ്ഡ് പാർട്ടീഷൻ. നമ്മൾ സാധാരണഗതിയിൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ പുതിയതായിട്ടൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ പല ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അത് ഒരു പാർട്ടീഷനാണ്. അങ്ങനെ നമ്മൾ പല ക്ലാസ്സുകളായിട്ട് തിരിഞ്ഞാൽ ഓരോ ക്ലാസ്സിൽ നിന്നും നമ്മൾ ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ എലക്ട് ചെയ്യും. ആ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മളിവിടെ വിളിക്കുന്ന പേരാണ് ടാഗ്സ്. സോ ഇഫ് എ പോയിൻറ്റ് ടി ഐ ഹാസ് ബീൻ സെലക്റ്റഡ് ഫ്രം ഈച്ച് സബ് ഇൻ്റർവെൽ ഐ ഐ വിച്ച് ഇസ് ഈക്വൽ ടു closed interval xi minus 1 xi for I is equal to 1 2 3 etc up to n, then these points are called tags of the subintervals I. ഈ TIsനെ വിളിക്കുന്ന പേരാണ് tags. A set of ordered pairs script p dot which is equal to ordered pair closed interval xi minus 1 xi comma ti where I equal to 1 2 3 etc up to n of subintervals and corresponding tags is called a tagged partition of I. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് പാർട്ടീഷൻ എന്ന് കണ്ടിരുന്നു. സോ നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഉണ്ട്. ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. സോ വി ഹാവ് x0 ഹിയർ, then x1 x2 x3 then I have x4. അപ്പോൾ ഇവിടെ x0 തുടങ്ങി x4 വരെയാണ് എൻ്റെ പാർട്ടീഷൻ പോയിൻറ്റ്സ് എന്ന് കരുതുക. സോ നമുക്കിവിടെ 1 2 3 4 4 സബ് ഇൻ്റർവെൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ സബ് ഇൻ്റർവെല്ലിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സെലക്ട് ചെയ്യുകയാണ്. അതിന് ഇന്നയാൾ വേണമെന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല. ആരെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റേറ്റീവായിട്ട് ചൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് എടുക്കാം, റൈറ്റ് ഹാൻഡ് പോയിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മിഡ് പോയിൻ്റ് എടുക്കാം. അതല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഏത് പോയിൻറ്റിന് വേണമെങ്കിലും ടാഗ് ആവാൻ പറ്റും. സോ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന ടാഗ് ആരാണോ അതിനെ ഞാൻ ഇവിടെ T1 എന്ന് മാർക്ക് ചെയ്യണം. ദെൻ കൺസിഡർ ദ സെക്കൻഡ് ഇൻ്റർവെൽ. ആ സെക്കൻഡ് ഇൻ്റർവെല്ലിൽ നിന്നും നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവിനെ വേണം. ആ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ ആരെയാണോ സെലക്ട് ചെയ്യുന്നത് അയാളെ T2 എന്ന് വിളിച്ചു. ദെൻ തേർഡ് ഇൻ്റർവെല്ലിൽ നിന്ന് നമ്മളൊരു ടാഗിനെ ചൂസ് ചെയ്യുന്നു, അതിനെ T3 എന്ന് വിളിക്കുന്നു. ദെൻ ഫോർത്ത് ഇൻ്റർവെല്ലിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തു, ദാറ്റ് ഈസ് T4. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടാഗ്ഡ് പാർട്ടീഷൻ എന്താണെന്ന് കാണാം. ടാഗ്ഡ് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിതൊരു ടാഗ്ഡ് പാർട്ടീഷൻ ആയിക്കഴിഞ്ഞു. ബിക്കോസ് ഓൾറെഡി നമ്മുടെ കയ്യിലൊരു പാർട്ടീഷൻ ഉണ്ട്. ഓരോ പാർട്ടീഷൻ ആ പാർട്ടീഷൻ നമുക്ക് തരുന്ന ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും നമ്മൾ ഓരോ ടാഗും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സോ എ പാർട്ടീഷൻ ടുഗെദർ വിത്ത് എ സെലക്ഷൻ ഓഫ് ടാഗ്സ് ഈസ് നോൺ ആസ് ടാഗ്ഡ് പാർട്ടീഷൻ. സോ ഇതിനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, സ്ക്രിപ്റ്റ് പി ഡോട്ട്. സാധാരണ സ്ക്രിപ്റ്റ് പി എന്നാണ് നമ്മൾ പാർട്ടീഷനെ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടാൽ ഇറ്റ് ഈസ് നൊട്ടേഷൻ ഫോർ ടാഗ്ഡ് പാർട്ടീഷൻ. സോ ഇപ്പം ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഞാനിപ്പോൾ വരച്ച് കാണിച്ച ടാഗ്ഡ് പാർട്ടീഷനാണ്. സോ ദിസ് ഈസ് ഓർഡേർഡ് പെയർ x0 x1 T1. ഇതാണ് എൻ്റെ ടാഗ്ഡ് പാർട്ടീഷനിലെ ആദ്യത്തെ എലമെൻറ്റ്. ദെൻ ഓർഡേർഡ് പെയർ അടുത്ത ഇൻ്റർവെൽ എഴുതുക x1 x2. ദെൻ ഓർഡേർഡ് പെയറിൽ നമുക്ക് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇൻ്റർവെല്ലിലെ ടാഗ് ആരാണോ അത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ഇൻ്റർവെൽ I1 I2 നമ്മൾ പറഞ്ഞു, I3യിലെ ടാഗായ T3, ദെൻ I4 അതിലെ ടാഗായ T4. ഇങ്ങനെയുള്ള ഓർഡേർഡ് പെയേഴ്സാണ് ടാഗ്ഡ് പാർട്ടീഷനിലെ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നിന്ന് നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് T1.
From the second interval we choose T2. From the third interval we choose T3. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഇൻ്റർവെല്ലിൽ നിന്ന് നമുക്ക് Tn ചൂസ് ചെയ്യാം. സോ ടാഗ്ഡ് പാർട്ടീഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് മെൻ ബൈ റീമാൻ സം. സോ നമുക്ക് എ ബി എന്നുള്ള ഇൻ്റർവെല്ലിന് ഒരു ടാഗ്ഡ് പാർട്ടീഷൻ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം നമ്മളൊരു പാർട്ടീഷൻ ചെയ്തു, ഇൻ്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്തു. അതിനുശേഷം ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്തു. സോ വി ഹാവ് എ ടാഗ്ഡ് പാർട്ടീഷൻ ഹിയർ. സേ xi minus 1 xi ti where I equal to 1 2 3 etc up to n. Then we have a function f from a b to r. We define Riemann sum of the function f with respect to the tagged partition p dot to be the number sf p dot equal to summation I is equal to 1 to n f of ti times xi minus xi minus 1. സോ ഡെഫിനിഷൻ ഇതാണ്. റീമാൻ സമ്മിൻ്റെ ഡെഫിനിഷനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ നമ്പർ ഡിനോട്ടഡ് ബൈ എസ് എഫ് പി ഡോട്ട് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ xi മൈനസ് xi മൈനസ് 1. സോ ഈ റീമാൻ സം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എഫ് ഓഫ് ടി ഐ. സോ എഫ് എന്ന് പറയുന്ന ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ എഫ് ഓഫ് ടി ഐ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ടാഗായിട്ട് നമ്മൾ ആരെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനിവിടെ പ്രാധാന്യമുണ്ട്. ദെൻ xi മൈനസ് xi മൈനസ് 1 മീൻസ് ലെങ്ത് ഓഫ് ദി ith ഇൻ്റർവൽ. സോ പാർട്ടീഷൻ പോയിൻറ്റ്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് ലെങ്ത് ഓഫ് ദ സബ് ഇൻ്റർവൽ മാറിക്കൊണ്ടിരിക്കും. സോ Riemann sum depends on partition, then tags, then it depends on functions. സോ പാർട്ടീഷനെയും ടാഗിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരുമിച്ച് നമുക്ക് പറയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടാഗ്ഡ് പാർട്ടീഷൻ ആസ് വെൽ ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫങ്ഷൻ എഫ്. ഓക്കെ, ഇനി എന്താണ് ഈ റീമാൻ സം? ജോമെട്രിക്കലി വാട്ട് ഈസ് മെൻ ബൈ ദിസ് റീമാൻ സം? സോ ഈ ഫിഗർ നോക്കാം. റീമാൻ സമ്മിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ xi മൈനസ് xi മൈനസ് 1. ഇവിടെ നമ്മൾ ആദ്യം ഇൻ്റർവൽ എ ബിയെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ദെൻ വി ഹാവ് ചോസൺ ടാഗ്സ്. ഞാനിവിടെ റെഡായിട്ട് മാർക്ക് ചെയ്യുന്നതാണ് ഓരോ ഇൻ്റർവെല്ലിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ടാഗ്സ്. ദെൻ ദിസ് ഹൈറ്റ് ഈസ്, ഇത് T1 എന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് T1 ആണ്. ദെൻ ഈ ലെങ്ത് എന്ന് പറയുന്നത് x1 മൈനസ് x0 ആണ്. സോ വാട്ട് ഐ ഹാവ് ഡൺ ഇസ് എഫ് ഓഫ് T1 ഇൻറ്റു x1 മൈനസ് x0. ഇതിൽ x1 മൈനസ് x0 ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ഇൻ്റർവെൽ. എഫ് ഓഫ് T1 ഈസ് ദിസ് ഹൈറ്റ്. സോ എന്താണ് എഫ് ഓഫ് T1 ഇൻറ്റു x1 മൈനസ് x0 എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്താണ് എഫ് ഓഫ് T1, ബ്രെഡ്ത്താണ് x1 മൈനസ് x0. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. സോ ദിസ് എഫ് ഓഫ് T1 ടൈംസ് x1 മൈനസ് x0 എന്ന് പറയുന്നത് ഞാൻ വരച്ചിരിക്കുന്ന ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. ഇതുപോലെ ഇനി നമ്മൾ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. നമുക്ക് കണ്ടാലറിയാം ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ദിസ് ഈസ് ദ പോയിൻറ്റ് T1. സോ ദിസ് ഹൈറ്റ് ഇസ് ദിസ് ഈസ് ദ പോയിൻറ്റ് T2. സോ ദിസ് ഹൈറ്റ് ഇസ് എഫ് ഓഫ് T2. ദെൻ അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x2 മൈനസ് x1. സോ
രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് എഫ് ഓഫ് ടി ടു ടൈംസ് x2 മൈനസ് x1 എന്നുള്ളത്. ഇതുപോലെ മൂന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ത്രീ ടൈംസ് x3 മൈനസ് x2 എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് റെക്റ്റാങ്കിളിന് ഇവിടെ T6 വരെയാണ് വരച്ചിരിക്കുന്നത്. ഇൻ ജനറൽ നമുക്ക് n ഇൻ്റർവൽസ് ആണ് ഉണ്ടാവുക. സോ നമ്മൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി എന്നും അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് xn മൈനസ് xn മൈനസ് 1ഉമാണ്. ഞാനിതെല്ലാം കൂടി ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റീമാൻ സമ്മിൽ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുകയാണ്. സോ ജോമെട്രിക്കലി റീമാൻ സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi മൈനസ് xi മൈനസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദീസ് റെക്റ്റാങ്കിൾസ്. സോ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ ഏരിയയാണ് നമുക്ക് ഈ റീമാൻ സം എന്നുള്ള പേരിൽ കിട്ടുന്നത്. സോ ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഇസ് പോസിറ്റീവ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, then the Riemann sum S of P dot is sum of the areas of n rectangles whose bases are subintervals xi minus 1 xi and whose heights are f of ti. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാനിവിടെ ഈ കോർണറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പിക്ചറാണിത്. സോ ഞാനിവിടെ ഈ പിക്ചറിൽ ടാഗ്സിനെ T1 T2 എന്ന് വിളിക്കുന്നതിന് പകരം ψ1 ψ2 എക്സെട്ര ψn എന്നാണ് വിളിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇൻ്റർവെലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് x1 മൈനസ് എ ഓർ x1 മൈനസ് x0. ദെൻ ഹൈറ്റ് ഇസ് എഫ് ഓഫ് ψ1. സോ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എഫ് ഓഫ് ψ1 ദെൻ x1 മൈനസ് എ ഓർ x1 മൈനസ് x0. Then R2, that is f of ψ2 times x2 minus x1 etc. In general or in the last term we will have f of ψn then xn minus 1. ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ് നമ്മൾ എസ് എഫ് പി ഡോട്ട് വിച്ച് ഈസ് ദ റീമാൻ സം എന്ന് പറയുന്നത്. നമുക്കിനി ഒരു റീമാൻ സം കണ്ടുപിടിച്ച് നോക്കാം. സപ്പോസ് വി ഹാവ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ where x is an element of closed interval -1 1. Then the Riemann sum of f corresponding to the partition script p is equal to -1 minus 1 by 2 0 1 by 2 1, where the tags are at the left end points is given by, നമുക്ക് ആദ്യം ഏതാണ് ഇവിടെ തന്നിരിക്കുന്ന ഇൻ്റർവെൽ? ഇറ്റ് ഇസ് -1 1. ഇതിൻ്റെ ഒരു പാർട്ടീഷൻ ഞാൻ എടുക്കുകയാണ്. -1, this is 0, this is -1 by 2 1 by 2. ഇതാണ് നമ്മൾ എടുക്കുന്ന പാർട്ടീഷൻ. ഓക്കെ, സോ സ്ക്രിപ്റ്റ് പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാഗ്സ് ആർ അറ്റ് ദ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ്സ്. സോ ആദ്യത്തെ ഇൻ്റർവെല്ലിൻ്റെ ടാഗ് എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടുള്ള -1 ആണ്. ഇനി രണ്ടാമത്തെ ഇൻ്റർവെല്ലിൻ്റെ ടാഗ് എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടുള്ള -1 by 2. മൂന്നാമത്തെ ഇൻ്റർവെല്ലിൻ്റെ ടാഗ് അതിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടുള്ള 0. നാലാമത്തേതിൻ്റെ ടാഗ് അതിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടുള്ള 1 by 2. സോ നമുക്കിനി റീമാൻ സം കണ്ടുപിടിക്കാം. എസ് എഫ് പി ഡോട്ട് ഇസ് ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ xi മൈനസ് xi മൈനസ് 1. ഇവിടെ ടി ഐ എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആണ്, അതായത് xi മൈനസ് 1 ആണ് നമ്മുടെ ടി ഐ. ആൻഡ് ദ ഫങ്ഷൻ ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ എഫ് ഓഫ് ടി ഐ എന്നുള്ളതിന് പകരം നമുക്ക് xi മൈനസ് 1 സ്ക്വയർ ടൈംസ് xi മൈനസ് xi മൈനസ് 1 എന്ന് എഴുതാം. ഇവിടെ നമുക്കറിയാം
ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് 1/2 ആണ്. ദെൻ -1 സ്ക്വയർ ഇസ് 1, -1/2 സ്ക്വയർ ഇസ് 1/4, 0 square is 0, again 1/2 square is 1/4. So if we compute this, we will